പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹ് റിവിഷനാണ്. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ട ചാപ്റ്റർ 1 മുതൽ 6 വരെ. ത്വഹാറത്ത് ഭാഷാർത്ഥം എന്താണ്? മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാകൽ. ത്വഹാറത്തിൻ്റെ ഭാഷാർത്ഥം മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാകൽ. ത്വഹാറത്ത് ശർഇയായ അർത്ഥം എന്താണ്? അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തൽ. അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തൽ. ശുദ്ധി 2 വിധം. ഏതൊക്കെയാണ്? 1. ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കുക. 2. നജസുകളെ ശുദ്ധിയാക്കുക. അശുദ്ധി 2 വിധം. ഏതൊക്കെ? 1 ചെറിയ അശുദ്ധി, 2 വലിയ അശുദ്ധി. നേരത്തെ നമ്മൾ പറഞ്ഞത് ശുദ്ധി 2 വിധം എന്നാണ്. ഇപ്പോൾ പറയുന്നത് അശുദ്ധി 2 വിധം എന്നാണ്. വുളൂ ഇല്ലാത്ത അവസ്ഥ, അതിനെന്താണ് പറയുക? ചെറിയ അശുദ്ധി. കുളി നിർബന്ധമായ അവസ്ഥ, അതിനെന്താണ് പറയുക? വലിയ അശുദ്ധി. വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ഏതൊക്കെയാണ്? ജനാബത്ത്, ഹൈള്, നിഫാസ്, വിലാദത്ത്. വിലാദത്ത് എന്ന് പറഞ്ഞാൽ പ്രസവം. മൗത്തു മുസ്ലിമിൻ ഗൈരി ഷഹീദിൻ, ഷഹീദല്ലാത്ത മുസ്ലിമിൻ്റെ മരണം. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ്. എന്തൊക്കെ? നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യൽ, ജുമുഅയുടെ ഖുത്ബ ഓതൽ, മുസ്ഹഫ് തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ, അതുപോലെ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവ തൊടുകയോ ചുമക്കുകയോ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെറിയ അശുദ്ധിയുള്ളവർക്ക്, അതായത് വുളൂ ഇല്ലാത്തവർക്ക് ഹറാമാണ്. വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ്. എന്തൊക്കെ കാര്യങ്ങൾ? പെട്ടെന്ന് മനസ്സിലാവും. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ എല്ലാ കാര്യവും ഇതിൽപ്പെടും. നേരത്തെ നമ്മൾ വുളൂ ഇല്ലാത്തവർക്ക്, അതായത് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ പറഞ്ഞില്ലേ? നിസ്കാരം, സുജൂദ് എന്ന് തുടങ്ങിയിട്ട്. അതൊക്കെ വലിയ അശുദ്ധിയുള്ളവർക്കും ഹറാമാണ്. അതുതന്നെയാണ് ഇതും. വലിയ അശുദ്ധിയുള്ളവർക്ക് പ്രത്യേകം ഹറാമാണ്. എന്ത്? ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും. അപ്പോൾ ചെറിയ അശുദ്ധിയുള്ളവർക്ക് എന്ത് പറ്റും? ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും പറ്റും. പക്ഷേ വലിയ അശുദ്ധിയുള്ളവർക്ക് പറ്റില്ല, അല്ലേ? വുളൂഹ് സുന്നത്തായ കാര്യങ്ങൾ. ഖുർആൻ ഓതാൻ വുളൂ ചെയ്യണം, അല്ലേ? സുന്നത്താണ്, നിർബന്ധമില്ല. ഹദീസ് പാരായണം ചെയ്യുക, ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് കൊടുക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക, അറഫയിൽ നിൽക്കുക, ജംറകളിൽ എറിയുക. ഇത്രയും കാര്യങ്ങൾക്ക് വുളൂ സുന്നത്താണ്, നിർബന്ധമില്ല. കുളി സുന്നത്തായ കാര്യങ്ങൾ. നേരത്തെ വുളൂ സുന്നത്തായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ കുളി സുന്നത്തായ കാര്യങ്ങൾ. ജുമുഅ, പെരുന്നാൾ, ഗ്രഹണം, ഇസ്തിസ്ഖാ,
എന്നീ നിസ്കാരങ്ങൾ. ഇതിനൊക്കെ വേണ്ടി കുളിക്കണം, അത് സുന്നത്താണ്. മയ്യത്ത് കുളിപ്പിച്ചവർ, ഭ്രാന്ത്, ബോധക്ഷയം എന്നിവ സുഖപ്പെടുക, മക്കയിലും മദീനയിലും പ്രവേശിക്കുക, ഹജ്ജിൻ്റെ അമലുകൾ ചെയ്യുക, റമദാനിലെ എല്ലാ രാത്രികളിലും കുളി സുന്നത്താണ്. ഇസ്തിഹാദത്ത് കാരണം നിസ്കാരമോ നോമ്പോ ഡാഷ് ഉപേക്ഷിക്കാൻ പാടില്ല. അതുമാത്രമല്ല, ഇവ രണ്ടും ഹറാമാവുകയുമില്ല. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ മുഴുവൻ കാര്യങ്ങളും വലിയ അശുദ്ധിയുള്ളവർക്കും ഹറാമാണ്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഖുർആൻ ഓതുകയും പള്ളിയിൽ താമസിക്കുകയും ചെയ്യുന്നതിൻ്റെ വിധി അനുവദനീയമാണ്. വലിയ അശുദ്ധിയുള്ളവർക്ക് പറ്റില്ല, ചെറിയ അശുദ്ധിയുള്ളവർക്ക് അനുവദനീയമാണ്. വലിയ അശുദ്ധിയുള്ളവർ ഖുർആൻ ഓതുകയും പള്ളിയിൽ താമസിക്കുകയും ചെയ്യുന്നതിൻ്റെ വിധി ഹറാമാണ് അല്ലേ. ബാങ്കും ഇക്കാമത്തും കൊടുക്കാൻ സുന്നത്തുണ്ട്. എന്ത്? കുളി, ഉളു. ഉളു വേണോ കുളി വേണോ? ഇതിലേതാണ് സുന്നത്ത്? ബാങ്കും ഇക്കാമത്തും കൊടുക്കാൻ സുന്നത്ത് കുളിയാണോ ഉളു ആണോ? യെസ്, ഉളു ആണ് സുന്നത്തുള്ളത്. കുളി സുന്നത്തില്ല അല്ലേ. ജുമുഅ നിസ്കാരത്തിനും പെരുന്നാൾ നിസ്കാരത്തിനും സുന്നത്തുണ്ട്. എന്ത്? കുളിയാണോ ഉളു ആണോ? കുളി അല്ലേ. അടുത്ത ചോദ്യം നോക്കിയേ. ജുമുഅ നിസ്കാരത്തിനും പെരുന്നാൾ നിസ്കാരത്തിനും നിർബന്ധമാണ് എന്ത്? നേരത്തെ സുന്നത്താണെന്ന് ചോദിച്ചത്. നിർബന്ധമായിട്ടും വേണ്ടത് എന്താ? കുളിയാണോ ഉളു ആണോ? ഉളു. എന്താണ് തയമ്മും? ചില നിബന്ധനകളോടു കൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. ചില നിബന്ധനകളോടു കൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. തയമ്മുമിൻ്റെ ഷർത്തുകൾ: 1. ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക. തയമ്മുമിൻ്റെ മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക. വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക. സമയം കടന്ന ശേഷം തയമ്മും ചെയ്യുക. ഓർമ്മിച്ചു വെക്കണം. ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണ്, തയമ്മുമിൻ്റെ മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക, സമയം കടന്ന ശേഷം തയമ്മും ചെയ്യുക. തയമ്മുമിൻ്റെ ഫർളുകൾ: നിയ്യത്ത്. ഏതിൻ്റെയും ആദ്യത്തെ ഫർള് നിയ്യത്താണല്ലോ അല്ലേ. മണ്ണ് അടിച്ചെടുക്കൽ, മുഖം തടവൽ, 2 കൈമുട്ട് ഉൾപ്പെടെ തടവൽ, തർത്തീബ്, 2 അടി കൊണ്ടായിരിക്കൽ. രണ്ട് അവയവത്തിൽ മുറിവ് ഉണ്ടായാൽ എത്ര തയമ്മും വേണം? 2 തയമ്മും വേണം. ഒരു അവയവത്തിന് 1 തയമ്മും അല്ലേ. അപ്പം 2 എണ്ണത്തിന് 2 തയമ്മും. 2 കൈകളും 2 കാലുകളും എത്ര അവയവം ആയാണ് പരിഗണിക്കുക? 1 അവയവം ആയാണ് പരിഗണിക്കുക. ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് തയമ്മും ബാത്തിലാകുമോ? ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് തയമ്മും ബാത്തിലാകും.
തൈമം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, 1 വുളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട്, 2 മുർത്തദ്ദാവൽ കൊണ്ട്, 3 വെള്ളമില്ലാത്തതിനു വേണ്ടി തൈമം ചെയ്തവന് വെള്ളം ലഭിച്ചാൽ തൈമം ബാത്തിലാകും. നജസുകൾ എത്ര വിധം? ഏതൊക്കെ? നജസുകൾ 3 വിധം: മുഗല്ലദ്, മുതവസ്സിത്ത്, മുഖഫഫ്. നായ, പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ ഡാഷ് മുഗല്ലദ് അല്ലേ. മുതവസ്സിത്തായ നജസുകൾ ഏതൊക്കെ? മലം, മൂത്രം, രക്തം, ചലം, മതി, വതി, ലഹരിദ്രാവകങ്ങൾ, ശവം. മനുഷ്യൻ, മത്സ്യം, ജറാദ് ഇവ അല്ലാത്തതിൻ്റെ ശവം അല്ലേ. ഇതൊക്കെ എന്താണ്? മുതവസ്സിത്ത്. പാൽ അല്ലാത്ത, ഒന്നും കഴിക്കാത്ത, 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം മുഖഫഫാണ്. നായ, പന്നി മുതലായവ കൊണ്ട് നജസായാൽ എത്ര തവണ കഴുകണം? 7 തവണ. ഡാഷ് കൊണ്ട് നജസായാൽ 7 തവണ കഴുകണം. അതിൽ 1 ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. എന്തുകൊണ്ട് നജസായാൽ? നായ, പന്നി മുതലായവ, അതായത് മുഅല്ലദായ നജസല്ലേ. ഡാഷിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. ഏതിൻ്റെ? മുതവസ്സിത്തായ നജസിൻ്റെ. വെള്ളം 2 കുല്ലത്തിൽ കുറവാണെങ്കിൽ എങ്ങനെയാണ് ശുദ്ധിയാക്കുക? അതിൽ ഇട്ട് കഴുകാവതല്ല. പിന്നെന്ത് ചെയ്യണം? വെള്ളം അതിന്മേൽ ഒഴിച്ചു കഴുകുക. 2 കുല്ലത്തിൽ കുറവാണെങ്കിൽ വെള്ളം അതിലൊഴിച്ച് കഴുകണം. മുഖഫഫായ നജസ് കൊണ്ട് മലിനമായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കുക? മൂത്രമായ മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി അല്ലേ. മുഖഫഫായ നജസായാൽ മുഴുവൻ സ്ഥലത്തും എത്തുന്ന പോലെ എന്ത് ചെയ്യണം? വെള്ളം കുടഞ്ഞാൽ മതി. ഭൂമിയിൽ മൂത്രം പോലെയുള്ള നജസായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞത് വറ്റിയെങ്കിൽ അല്ലേ. ആ സ്ഥലം മൂടുന്ന നിലക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഓർമ്മിക്കണം, വറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ സ്ഥലത്ത് വെള്ളം ഒഴിച്ചാൽ മതി. ഭൂമിയിൽ മൂത്രം പോലെയുള്ള നജസായാൽ അത് വറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞത് വറ്റിയാലല്ലേ, ഇപ്പോൾ പറയുന്നത് വറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നജസ് നീക്കിയ ശേഷം വെള്ളം ഒഴിക്കണം. ആദ്യം നജസ് നീക്കണം വറ്റിയിട്ടില്ലെങ്കിൽ, എന്നിട്ട് എന്ത് ചെയ്യണം? വെള്ളം ഒഴിക്കണം. നജസ് അല്ലാത്ത ശവം ഏതൊക്കെയാണ്? ശവമൊക്കെ നജസാണ്, പക്ഷെ കുറച്ച് ശവം ഉണ്ടല്ലേ. അതേത്? മനുഷ്യൻ, മത്സ്യം, ജറാദ് ഇതൊന്നും നജസല്ല. ശവം നജസല്ല. സക്കാത്ത് 2 വിധം. ഏതൊക്കെ? തടിയുടെ സക്കാത്ത്, സമ്പത്തിൻ്റെ സക്കാത്ത്. സക്കാത്ത് നിർബന്ധമാണ്. ആർക്ക്? സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും സക്കാത്ത് നിർബന്ധമാണ്. സക്കാത്ത് നിർബന്ധമാക്കിയ ഹിജ്റ വർഷം? ഹിജ്റ 2-ാം വർഷം. സക്കാത്ത് നിർബന്ധമാകുന്ന 8 ഇനങ്ങൾ ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി, ഭക്ഷണധാന്യങ്ങൾ, കാരക്ക, മുന്തിരി, ആട്, മാട്, ഒട്ടകം. സ്വർണം, വെള്ളി,
ഭക്ഷണധാന്യങ്ങൾ കാരക്ക, മുന്തിരി, ആട്, മാട്, ഒട്ടകം. സക്കാത്ത് വാജിബാകുന്ന ഷർത്തുകൾ ഏതൊക്കെയാണ്? ധാന്യങ്ങൾ, പഴങ്ങൾ എന്നിവയിൽ കണക്ക് പൂർത്തിയാവണം. മറ്റുള്ളവയിൽ 1 വർഷം തികയുകയും കണക്ക് പൂർത്തിയാവുകയും ചെയ്യുന്നു. സക്കാത്തിൻ്റെ ഷർത്ത് ഒന്ന് കണക്ക് പൂർത്തിയാവണം, മറ്റൊന്ന് 1 വർഷം തികയണം. പക്ഷെ ധാന്യങ്ങൾ, പഴങ്ങൾ അതിലെന്ത് ചെയ്യണ്ട, 1 വർഷം പൂർത്തിയാകേണ്ട ആവശ്യമില്ല, കണക്ക് ഉണ്ടായാൽ മതി. ഓക്കെ. സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാൻ എത്ര വേണം? എത്ര സ്വർണമുണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സ്വർണം 20 മിസ്കാൽ വേണം. എന്ന് പറഞ്ഞാൽ 85 ഗ്രാം. 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. വെള്ളി സക്കാത്ത് വാജിബാകാൻ എത്ര വേണം? വെള്ളി 200 ദിർഹം, അതായത് 595 ഗ്രാം ഉണ്ടാകും. എന്നാലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. സക്കാത്ത് വാജിബാകുന്ന കറൻസി, അതായത് നോട്ട്, നമ്മുടെ പൈസ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള, ഇതിന് എത്ര വേണം സക്കാത്ത് കൊടുക്കാൻ? നിശ്ചിത കണക്ക് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വില, അതായത് 595 ഗ്രാം വെള്ളി, അതിനെത്രയാണോ പൈസ വരിക അത്രയും പൈസ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കും. അല്ലെങ്കിൽ സ്വർണത്തിൻ്റെതായാലും മതി. 85 ഗ്രാം സ്വർണത്തിന് എത്രയാണോ പൈസ അത്രയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. സ്വർണം, വെള്ളി എന്നിവയിൽ എത്രയാണ് സക്കാത്ത് നൽകേണ്ടത്? എത്ര ഉണ്ടെങ്കിലാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? സ്വർണം 85 ഗ്രാം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. എല്ലാം കൊടുക്കണോ? വേണ്ട. എത്രയാണ് കൊടുക്കേണ്ടത്? 2.5%. ആ ഉള്ളതിൻ്റെ 2.5%. ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ എത്രയാണ് സക്കാത്ത് നൽകേണ്ടത്? ഉത്തരം: സക്കാത്ത് വാജിബില്ല. 5 ഔസുക്ക്, അതായത് 960 ലിറ്റർ നൽകണം. ഏതിലൊക്കെ? ധാന്യങ്ങൾ, കാരക്ക, മുന്തിരി എന്നിവയിൽ എത്ര കൊടുക്കണം? 5 ഔസുക്ക്. നനച്ചു ഉണ്ടാക്കിയതാണെങ്കിൽ എത്രയാണ് സക്കാത്ത് നൽകേണ്ടത്? 1/20. നനച്ചു ഉണ്ടാക്കിയതല്ലെങ്കിൽ എത്രയാണ് സക്കാത്ത് നൽകേണ്ടത്? 1/10. ഒട്ടകത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്ന ചുരുങ്ങിയ കണക്ക് എത്രയാണ്? 5. 5 ഒട്ടകമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. 5 ഒട്ടകങ്ങൾ ഉണ്ടായാൽ എത്ര സക്കാത്ത് കൊടുക്കണം? 1 ആട്. 5 ഒട്ടകം ഉണ്ടെങ്കിൽ 1 ആട് സക്കാത്ത് കൊടുക്കണം. എത്ര പശുക്കൾ ഉണ്ടായാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 30 പശുക്കൾ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. 30 പശുക്കൾ ഉണ്ടായാൽ എത്ര സക്കാത്ത് നൽകണം? 1 വയസ്സായ പശുക്കുട്ടിയാണ് കൊടുക്കേണ്ടത്. എത്ര ആടുകൾ ഉണ്ടായാലാണ് സക്കാത്ത് നൽകേണ്ടത്? 40 ആടുകൾ. 40 ആടുകൾ ഉണ്ടായാൽ എത്ര സക്കാത്ത് നൽകണം? 1 ആട്. ശരീരത്തിന്റെ സക്കാത്തിന്റെ വിധി എന്ത്? വാജിബ്. ശരീരത്തിന്റെ സക്കാത്ത് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഫിത്ർ സക്കാത്ത്.
ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ഏത് സമയം മുതൽ? ചെറിയ പെരുന്നാൾ രാവ് സൂര്യൻ അസ്തമിച്ചതു മുതൽ. ഫിത്ർ സക്കാത്ത് പരിഹാരമാകും എന്തിന്? നോമ്പിൽ സംഭവിച്ച ചില വീഴ്ചകൾക്ക്. ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? ഒരാൾക്ക് ഒരു സാ. ഒരു സാ എന്നാൽ എത്രയാണ്? 3200 ലിറ്റർ. ഫിത്ർ സക്കാത്ത് ഏത് സമയം വരെ നൽകാം? ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വരെ നൽകാവുന്നതാണ്. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷം പിന്തിക്കൽ. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം വരെ പിന്തിക്കൽ. എന്താണ് അതിൻ്റെ വിധി? കറാഹത്താണ്. പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ. പെരുന്നാൾ ദിവസം തന്നെ കൊടുക്കുന്നില്ല, വേറെ ദിവസം കൊടുക്കുന്നതിന് വിധി എന്താണ്? ഹറാമാണ്. ഭർത്താവ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ആരുടെ? പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ. കഴിവില്ലാത്ത ഭർത്താവ് ഭാര്യയുടെ സക്കാത്ത് ഡാഷ് കൊടുക്കേണ്ടതില്ല. സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ. സക്കാത്തുകൾ നൽകുന്ന സമയത്തോ നീക്കിവെക്കുന്ന സമയത്തോ നിയ്യത്ത് വെക്കണം. 2 അവകാശികൾക്ക് കൊടുക്കണം. ഇതൊക്കെയാണ് ഷർത്തുകൾ. സക്കാത്തിൻ്റെ അവകാശികൾ 8 വിഭാഗമാണ്. ആരൊക്കെയാണത്? ഫക്കീർ, മിസ്കീൻ, സക്കാത്തിൻ്റെ ജോലിക്കാർ, പൊതു മുസ്ലിമീങ്ങൾ, മോചനപത്രം എഴുതപ്പെട്ട അടിമകൾ, കടം കൊണ്ടു വലഞ്ഞവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, ഹലാലായ യാത്ര ചെയ്യുന്നവർ. ഒന്നും കൂടി. 8 അവകാശികൾ: ഫക്കീർ, മിസ്കീൻ, സക്കാത്തിൻ്റെ ജോലിക്കാർ, പൊതു മുസ്ലിമീങ്ങൾ, മോചനപത്രം എഴുതപ്പെട്ട അടിമകൾ, കടം കൊണ്ട് വലഞ്ഞവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, ഹലാലായ യാത്ര ചെയ്യുന്നു. ഇതൊക്കെയാണ് സക്കാത്തിൻ്റെ അവകാശം. ആരാണ് മിസ്കീൻ? ചിലവിൻ്റെ 50%, അതായത് പകുതി പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവർ. അതോ ആവശ്യമായ ചെലവിൻ്റെ പകുതി കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ആരാണ്? മിസ്കീൻ. എന്നാൽ ആരാണ് ഹാമില്? മുസ്ലിം ഭരണാധികാരി സക്കാത്ത് ശേഖരിക്കാനും ഓഹരി ചെയ്യാനും നിയമിക്കുന്ന ജോലിക്കാർ. ആമിൽ എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിം ഭരണാധികാരി സക്കാത്ത് ശേഖരിക്കാനും ഓഹരി ചെയ്യാനും നിയമിക്കുന്ന ജോലിക്കാർ. ആരാണ് മിസ്കീൻ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, ചിലവിൻ്റെ 50% ധനമോ ജോലിയോ ഉള്ളവർ. ആരാണ് ഫക്കീർ? നേരത്തെ പറഞ്ഞത് ഉള്ളവൻ, ഇപ്പം പറയുന്നതോ ഇല്ലാത്തവനാണ്. തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീർ. നേരത്തെ നമ്മൾ മിസ്കിൻ പറഞ്ഞു, അതായത് പകുതി സമ്പത്തിൻ്റെ പകുതി, ആവശ്യത്തിൻ്റെ ചെലവിൻ്റെ പകുതി കിട്ടുന്നവനാണ് മിസ്കിൻ. ആ പകുതി പോലും കിട്ടാത്തവനാണ് ആര്? ഫക്കീർ. ഏറ്റവും ദാരിദ്ര്യമുള്ളവർക്കാണ്? ഫക്കീറിനാണ്.
ആരാണ് ആരിമ്? ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരുവിഭാഗത്തിൻ്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതുമസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവൻ. അവനാണ് ആര്? ആരിം. ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരുവിഭാഗത്തിൻ്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതുമസ്ലഹത്തിന് വേണ്ടി കടം വാങ്ങിയവൻ. ആരാണ് ഇബ്നു സബീൽ? യാത്രക്കാരൻ. സക്കാത്തിൻ്റെ അവകാശികൾക്ക് 3 ഷർത്തുകളുണ്ട്. ഏതൊക്കെയാണ്? 1. മുസ്ലിമാവുക. 2. സ്വതന്ത്രനായിരിക്കുക. 3. ഹാഷിം കുടുംബത്തിൽ പെടാത്തവനായിരിക്കാം. സക്കാത്തിൻ്റെ അവകാശികൾ 8 വിഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ 8 വിഭാഗത്തിൽ പെടണമെങ്കിൽ അവരാരായിരിക്കണം? 3 ഷർത്തുകളുണ്ട്. അവരാരായിരിക്കണം? 3 ഷർത്തുകൾ: മുസ്ലിമാവണം, പിന്നെയോ സ്വതന്ത്രനായിരിക്കണം, ഹാഷിം കുടുംബത്തിൽ പെട്ടവൻ ആവരുത്. ഇങ്ങനെയുള്ളവർക്കാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് നൽകേണ്ടത്. Thank you. Have a nice day.